ഇതിനെ രണ്ടാക്കി തരംതിരിക്കുക. മെസ്സി വന്നതിന് മുമ്പും മെസ്സി വന്നതിന് ശേഷം കേരളത്തിന്റെ സ്പോർട്സ് കൾച്ചർ എന്ന് പറയിപ്പിക്കും നമ്മൾ. മുമ്പ് ശേഷവും വലിയ മാറ്റം ഉണ്ടാക്കും. ഞങ്ങൾ പറയായിരുന്നു, അതായത് ഈ കളിക്കളത്തിൽ ഏറ്റവും ജെന്റിലായി ഇതേപോലെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല കേട്ടോ. അതായത് മറ്റുള്ള താരങ്ങളെല്ലാം പല പ്രലോഭനങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴും മെസ്സിക്ക് ഒരേ ഒരു പ്രലോഭനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഫുട്ബോൾ മാത്രമായിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ള ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കളിക്കാരനാണ് അല്ലേ മെസ്സി. അപ്പൊ അതൊരു മാതൃകയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആരാണ് മാതൃക എന്ന് ചോദിച്ചാൽ ആദ്യം ഉയരക്കുറവിന്റെ പേരിൽ, പിന്നീട് വളർച്ചാ ഹോർമോൺ കുറവിന്റെ പേരിൽ ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിടത്തു നിന്നാണ് തിരിച്ചു വന്നത്. കോപ്പ അമേരിക്കയിലെ തോൽവിക്ക് ശേഷം തിരിച്ചു വന്ന ഒരു വരവുണ്ടല്ലോ അല്ലേ? ഒരു തോൽവിയല്ല, രണ്ട് തോൽവി തുടർച്ചയായി. സെന്റിനാരിയോയിലും തോറ്റു, ആദ്യത്തേതിലും തോറ്റു, തുടർച്ചയായി 2 തോൽവിയുണ്ട്. അന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. റെഡ് കാർഡ്സ് ആകെ കരിയറിലാകെ 3 റെഡ് കാർഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് കളിയിലാണ് ആദ്യം കിട്ടിയത്, ഫസ്റ്റ് കളിയിലാണ്. പിന്നെ കിട്ടുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും ഈ 20 വർഷത്തോളം എത്തുന്ന മെസ്സിയുടെ കരിയറിൽ വെറും 3 റെഡ് കാർഡ്സ് മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മെസ്സിക്കെതിരെ എത്രത്തോളം ഫൗളുകൾ ഉണ്ടായിരുന്നു? മെസ്സിക്കെതിരെ ഒരുപാട് ഫൗൾ. ഒരു മാച്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്നു നെയ്മർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുന്ന മെസ്സിയാണ്. പക്ഷേ മെസ്സി യാതൊരു തരത്തിലും മെസ്സി അത് പ്രൊവോക്ഡ് ആവാറില്ല. കണ്ടത് ആ ഹോളണ്ടിനെതിരായ മത്സരത്തിലായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഹോളണ്ടിനെതിരെ